ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരിയാണ് കേട്ടോ. ദോശയാണ് വിചാരിച്ചത്, പക്ഷേ എണീക്കാൻ വൈകിയോണ്ട് അരച്ച് വെക്കാൻ പറ്റിയില്ല. അരച്ച് വെച്ചു ഞാൻ, എന്നിട്ടും ഇനി പൊന്തുമ്പോൾ പൊന്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നാളെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എണീക്കാൻ വൈകിയോണ്ട് ഇക്കാനോണ്ട് ഭൂരി വാങ്ങിപ്പിച്ചു. അപ്പോൾ ഇന്ന് പള്ളിക്കത്തെ ഉസ്താദിന് ചിലവും കൂടി ഉള്ള ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ വേഗം മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് മക്കൾ എണിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. സമയം 7:30 7:45 ആയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വിളിച്ചാലാണ്, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം മറ്റോൾ എണീറ്റ് പോയേക്കണോ, ഇവളിനെ മാത്രമേ വിളിക്കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെയും വിളിച്ചിട്ട് ഞാൻ വേഗം ഇവർ എണീറ്റ പാടെ ആദ്യം പോവുക മാങ്ങ വറുക്കാനാണ് കേട്ടോ. അപ്പോൾ മാങ്ങ വീഴുന്നുണ്ട്. വലിയ കുറേ ഏകദേശം ഒരു മീഡിയം വലിപ്പമായ മാങ്ങകളൊക്കെ എന്താണോ വീഴുന്നുണ്ട്. അപ്പോൾ അത് വീണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഓടിപ്പോവുക കേട്ടോ. അപ്പോൾ അതാണ് ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കണത്. അപ്പം ഇനി അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കിച്ചണിലുള്ള ബാക്കി പരിപാടിയോട് വേഗം തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു കേട്ടോ. രാവിലെ തന്നെ ഞാനിന്നും വിചാരിക്കും ചായ കുടിക്കണ്ട, ചൂടുവെള്ളം കുടിക്കാം എന്നൊക്കെ, പക്ഷെ നടക്കാറില്ല. ചായ തന്നെ കുടിച്ച് കഴിഞ്ഞാൽ അല്ല ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മസാലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭൂരി പൊരിച്ചെടുക്കണം. അതിന് മുന്നേ ചായ വെക്കണം. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം കെറ്റലിൽ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്നിട്ട് ആയിക്കോളും. അപ്പം ഞാൻ ആ സമയം കൊണ്ട് വേഗം തന്നെ ഭൂരി പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇനി മക്കൾ പോകുമ്പോഴത്തേനും ഏകദേശം എല്ലാ പണികളും ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. അപ്പോൾ പിന്നെ അത്ര വലിയ റിസ്ക് ഇല്ലല്ലോ. പോകുമ്പോഴത്തേനും ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് അടിച്ചു വാരി തുടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് നല്ല പൊള്ളച്ച് വരും. എന്നൊന്നും വാങ്ങില്ല കേട്ടോ, റെഡിമെയ്ഡ് ഭൂരിയാണ്. എന്നൊന്നും വാങ്ങുന്നില്ല. ഇടയ്ക്ക് ഇതേപോലെ നേരം വഴുകി എണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ പെട്ടെന്ന് ഞാൻ കിടക്കുന്നത് തന്നെ നല്ല ലേറ്റായിട്ട് 1 മണിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങണോണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ പെട്ടതാണ്. ഞാൻ 4 മണിക്ക് എണീറ്റിട്ട് ദോശക്ക് അരച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കിടുന്നത്. പക്ഷെ അലറടിച്ചത് പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇനിയിപ്പോൾ ഉസ്താദിനും കൂടി കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഇക്കാനോണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഇക്ക പോണേറ്റ് മുന്നേ തന്നെ അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഇവള് വന്നിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ പൊരിച്ച് ചൂടാറിയ തന്നെ എന്ത് കടി ഉണ്ടാക്കാന്ന് വെച്ചാലും ആദ്യം ഉണ്ടാക്കുന്നത് അവൾക്ക് കൊടുക്കും. കാരണം എപ്പോഴും വന്നിരുന്ന് ഇപ്പോൾ ശീലമായിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് തന്നെ നല്ല കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ വേഗം ക്യാബേജ് ഉപ്പേരി ഉച്ചക്കൽക്കുള്ള ഫുഡും കൊടുക്കണം. രാത്രി 3 നേരമാണ് ഉസ്താദിന് ഫുഡ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ ഭൂരി കൊടുത്തിന്, ഉച്ചക്ക് കറിയും ഉപ്പേരി പപ്പടം അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം അതിലേക്കുള്ള ഉപ്പേരി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇനി ഇത് ഇറക്കാൻ നേരത്ത് കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു ഡ്രസ്സ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അലമാരയിൽ നിന്ന് വന്നിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുളി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചിലവരുടെ ടൈം ടേബിൾ നോക്കി ഒതുക്കിയൊക്കെ അങ്ങനെ പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. മാറുകയാണ്, യൂണിഫോം ഇട്ടു. ഇത് 3 യൂണിഫോമാണ് കേട്ടോ ഇവർക്കുള്ളത്. ഒരു ജോഡി ഇത്, ഒന്ന് വയലറ്റ്, അങ്ങനെ 3 കൂട്ടം ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് ഡ്രസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ വേഗം തന്നെ മുടി കെട്ടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഇനി 2 പേരും 2 ഭാഗം കെട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അത് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം കെട്ടായിരുന്നാൽ തന്നെ ഞാൻ ഓരോ പെയിനും കാര്യങ്ങളും ഇങ്ങനെ തലയിൽ വെച്ചൊക്കെ പെയിൻ നോക്കണം, അങ്ങനെ ഒരു ആളാട്ടോ. അപ്പം
ഞാൻ ഇവരെ തലയിലാണ് ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടണോണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ തല നനക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഇന്ന് അവർ പോയി നനച്ചേക്കണു. അപ്പം ഇങ്ങനെ കെട്ടി വെക്കും വേണം. അപ്പം പിന്നെ കൂടുതൽ പെയിനാവില്ല ചെയ്യാം. അപ്പം അവർ നല്ല ഒതുങ്ങി കിടക്കുമല്ലോ മുടി ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഒരാൾ നനച്ചേക്കണു, ഒരാൾ നനച്ചിട്ടില്ല. അപ്പം ഇനി ഇവള് സ്കൂളിലോട്ട് വന്നാലാവും തല കഴുകി കുളിക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ തൊട്ട് പറ്റിയിട്ട് ഒന്ന് കെട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം മോൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവ എണീറ്റ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരെ വക ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കണം. അപ്പം ഇനി അവളെ ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അവൾക്ക് ഇത് ഒരു കമ്മലുമ്മ 2 കമ്മലാണ് ഇട്ടേക്കുന്നത് കാതിൽ. ഇവളിങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അതേപോലെ പുതപ്പുകൊണ്ട് കിരീടം ഉണ്ടാക്കിയിട്ട് തലയിൽ വെക്കുക. അത് എന്ത് കിട്ടിയാലും അതുകൊണ്ടൊരു മോഡലാക്കാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അടിക്കാനുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. ഇത് മീഷോ എന്നൊരു മെറ്റീരിയലാണ്. സോ അടിപൊളി മെറ്റീരിയൽ ഉണ്ട്. 5 മീറ്റർ എങ്ങാനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു കോഡ് സെറ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഡ് സെറ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വട്ടപ്പാത്രമാണ്. ഫുഡ് കൊണ്ടുപോകുന്നില്ല, വെറുതെ വട്ടപ്പാത്രം മാത്രം കൊണ്ടുപോകുള്ളൂ കേട്ടോ. സ്കൂളിലുണ്ട് ഫുഡ്. ഇപ്പോൾ സ്കൂളിൽ വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം പ്ലേറ്റ് മാറ്റി വട്ടപാത്രം ആക്കിയിട്ടുണ്ട് അവർ. കാരണം ഇനിയിപ്പോൾ ചൂടാറിയിട്ട് തന്നെ ആവും ഫുഡ് കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ടാവും വട്ടപാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം വെള്ളം കുറവാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് പറയുന്നത് അവർക്ക് ഫുഡ് കൊടുക്കലാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ 3 പേർക്കും ഇന്ന് ഞാൻ മറ്റൊരു 2 ആൾക്കും മിക്കതും ഞാൻ വാരി കൊടുക്കുക ചെയ്ത് ഉച്ചക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രം കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഉസ്താദിന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സിങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പാത്രങ്ങൾ എടുക്കുന്നുണ്ട് കഴുകാൻ. അപ്പോൾ ഇതൊക്കെ അവരെ പറഞ്ഞു വെച്ചിട്ട് ഇനി ബാക്കിയുള്ള അങ്ങനെയുള്ള പരിപാടി അടുക്കള ഒതുക്കലും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ ഏകദേശം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്കെല്ലാം 3 ആൾക്കും ഞാൻ ഇരുന്നിട്ട് ഫുഡ് വാരി കൊടുക്കും. 2 ആൾക്ക് വാരി കൊടുക്കണം, 2 മോനക്കും വേണം. അപ്പം ഞാൻ 3 ആൾക്കും ഒപ്പം അങ്ങോട്ട് ഇരുന്നിട്ട് ഫുഡ് വാരി കൊടുത്ത് 3 ആൾ ഇരുന്നിട്ട് കഴിക്കും. രാവിലെ സ്കൂളിൽ പറഞ്ഞേക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. നമ്മൾ പോയെന്ന കാലത്ത് നമുക്കറിയണ്ടായിരുന്നില്ല ഇത്രയും ഇടങ്ങേറായിട്ടാണ് നമ്മളിങ്ങനെ വിട്ടിരുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടങ്ങേറൊന്നുമില്ല, പക്ഷേ നമുക്ക് ഉച്ചക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കൊടുത്തേക്കണ്ട. കാരണം അവർ ചീത്ത അറിയുക ചെയ്യുക. പല കുട്ടികളും പല ഫുഡാണ് കൊണ്ടുവരിക. അപ്പോൾ എല്ലാവരും എല്ലാം ഒരുപോലെ കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കതും ആ സ്കൂളിൽ തന്നെയാണ് നല്ല ഫുഡും ഉപ്പേരിയും കാര്യങ്ങളും കറിയും ഒക്കെ ഉള്ളൊരു ഇത് തന്നെയാണ് അവർക്ക് കിട്ടുക. ഉച്ചഭക്ഷണമാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ ഫുഡും കൂടി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എണീറ്റാൽ പോരാ. കാരണം അവർക്ക് ഉച്ചക്കൽക്കുള്ളതും ആക്കി കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരു ഫുഡാണ് കഴിക്കുക. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്തേക്കുക എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ടീച്ചർ പറയും അത് കൊടുത്തേക്കണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഞാൻ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ അതേപോലെ ഇതും പപ്പടം എന്തെങ്കിലും കൊടുത്തേക്കുള്ളൂ. അപ്പോൾ വണ്ടിക്കുള്ള ഫീസ് കൊടുത്താണ് 2 ആളുടെ കയ്യിൽ. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം 100 രൂപ തൊട്ടായതുകൊണ്ട് 2 പേർക്കും അവിടെ വീതിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അടിയാവും. 500 നോട്ടൊക്കെ ആകുമ്പോൾ അടിയാവും. ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൗഡർ ഇടാൻ കുറേശ്ശെ കയ്യിൽ കൊടുത്തപ്പോൾ അവനക്കും വേണം. അവരെന്തൊക്കെ കാട്ടണം അതൊക്കെ അവനക്കും ഇടും വേണം, ചെയ്യും വേണം കേട്ടോ. സ്കൂളിൽ പോകാൻ നേരത്ത് ഇവർ ഒരുങ്ങണതും കാര്യങ്ങളൊക്കെ അതേപോലെ അവനക്കും വേണം കേട്ടോ. ചില സമയത്ത് പോയി കഴിഞ്ഞ് വരണ വരെ ദീദി വന്നോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവർ വരുന്ന വരെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് അവർ പോയാലൊക്കെ. അപ്പോൾ ഞാൻ കൂടെ സ്പ്രേ അടിച്ചു നോക്കാം. പക്ഷെ ഇവർക്ക് അടിക്കണം എന്നുള്ളൊരു ഇതാണ്. സ്പ്രേ അടിക്കണത് അത്ര ഇതല്ല. കാരണം ചില ടീച്ചേഴ്സിനൊന്നും പറ്റത്തില്ല സ്പ്രേ അടിക്കണത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ ഓടിപ്പോണത് സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. 9:15 സമയം. അപ്പം ഇനി നേരെ സിറ്റ് ഔട്ടിൽ പോയി ഒരു 9:20, 25 ചിലപ്പോൾ 30 ഒക്കെ ആവും വണ്ടി വരണമെങ്കിൽ. കറക്റ്റായിട്ടൊരു സമയമില്ല കേട്ടോ. കാരണം 4 മുതൽ 1:30 വരെ ഏത് സമയത്ത് വേണമെങ്കിലും വരും. അപ്പോൾ ഇനി അത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കും. കമൻറ്റ് ചെയ്യുക, ബായ് പറയും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അവർ വണ്ടി വന്നിട്ടുണ്ട്, അവർ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.